സമുദ്ര സാംസ്കാരിക കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ചു. സാംസ്കാരിക മൂല്യങ്ങൾ ഓർമ്മയെക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ അവയെ വീണ്ടെടുക്കുക എന്ന ലക്ഷ്യത്തോടെ സമുദ്ര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ പുതുവർഷ സമ്മാനമായി സമുദ്ര സാംസ്കാരിക കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ചു. സമുദ്ര സാംസ്കാരിക കേന്ദ്രം കൺവീനർ ശ്രീമാൻ RM ഷിബു സ്വാഗതം ആശംസിച്ചു. സിനിമാ നടനായിരുന്ന കലാഭവൻ മണിയുടെ സഹോദരൻ ബഹുമാന്യനായ ഡോക്ടർ RLV രാമകൃഷ്ണൻ സാംസ്കാരിക കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിച്ചു. സമുദ്ര സാംസ്കാരിക കേന്ദ്രം ചെയർമാൻ ശ്രീമാൻ പ്ലാക്കാട് ശ്രീകുമാർ അധ്യക്ഷനായ ചടങ്ങിൽ ശ്രീമാൻ ചാത്തന്നൂർ കൊച്ചുനാരായണപിള്ള, പ്രൊഫസർ ചിറക്കര സലീം കുമാർ, അഡ്വക്കേറ്റ് KP സജിനാഥ്, കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്നും MSWയിൽ 1ാം റാങ്ക് നേടിയ ശ്രീമതി ഗോപിക കൃഷ്ണൻ തുടങ്ങിയവരെ കേരള സംഗീത നാടക അക്കാദമി മെമ്പറായ ശ്രീമാൻ ആനഡി പ്രസാദ് ചടങ്ങിൽ ആദരിച്ചു. ചടങ്ങിൽ അയിരൂർ MGM മോഡൽ ഹൈസ്കൂൾ പ്രിൻസിപ്പൽ ശ്രീമതി പൂജ S മുഖ്യ അതിഥിയായിരുന്നു. പ്രൊഫസർ ചിറക്കര സലീം കുമാർ, തോട്ടത്തിൽ ഭുവനേന്ദ്രൻ, അഡ്വക്കേറ്റ് KP സജിനാഥ്, ഗോപിക കൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. ശ്രീമാൻ രാമകൃഷ്ണൻ, ശ്രീമാൻ ആനഡി പ്രസാദ്, ശ്രീമതി പൂജ S, ചിത്രകാരനായ അജിത് SR തുടങ്ങിയവർക്ക് സമുദ്രതീരം കൂട്ടുകുടുംബത്തിന്റെ സ്നേഹോപഹാരം നൽകി ആദരിച്ചു. കാഴ്ചക്കാർക്കായി വേദിയിൽ സംഗീത നൃത്ത പരിപാടികൾ അരങ്ങേറി. മാധ്യമപ്രവർത്തകനായ ശ്രീമാൻ കോട്ടാത്തല ശ്രീകുമാർ നന്ദി പറഞ്ഞു. സമുദ്ര ട്രസ്റ്റ് ചെയർമാൻ റുവൽ സിംഗ്, സമുദ്ര സാംസ്കാരിക കേന്ദ്രം രക്ഷാധികാരിമാരായ P ജയപ്രകാശ്, N ജയചന്ദ്രൻ, സജിത് S, N ശ്രീകണ്ഠൻ നായർ, സമുദ്രതീരം പ്രസിഡന്റ് ശരത്ചന്ദ്രൻ പിള്ള, സമുദ്രതീരം PRO ശശിധരൻ പിള്ള തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. ഒരു മനുഷ്യൻ എങ്ങനെ ജീവിക്കണം, തൻ്റെ ജീവിതം കൊണ്ട് സമൂഹത്തിൽ എന്ത് അടയാളം സൃഷ്ടിക്കണം എന്ന് ഓരോരുത്തരും ചിന്തിക്കാറുണ്ട്. ബോധപൂർവമോ അബോധപൂർവമോ അങ്ങനെ ഒരു ചിന്ത നമ്മുടെ ഉള്ളിൽ കടന്നു വരാം. പക്ഷെ നമ്മൾ ആഗ്രഹിച്ചിടത്തൊക്കെ എത്തിച്ചേരാൻ കഴിയാതെ പിന്നിലോട്ട് പോകുന്ന അനുഭവമാണ് ഭൂരിപക്ഷം ആളുകൾക്ക്. പക്ഷേ ഒരു യുവാവ് തൻ്റെ യൗവനം ആരംഭിക്കുന്ന കാലത്ത് തന്നെ ഞാൻ എങ്ങനെ ജീവിക്കണം, എൻ്റെ കർമ്മങ്ങൾ എന്തായിരിക്കണം എന്ന് നിശ്ചയിക്കുകയാണ്, സ്വയം തീരുമാനിക്കുകയാണ്. അങ്ങനെ തീരുമാനിക്കുന്ന വ്യക്തികൾ അപൂർവമാണ്. ആ അപൂർവ വ്യക്തിത്വത്തിൻ്റെ സവിശേഷതയാർന്ന ഒരു പേരാണ് റുവൽ സിംഗ്. അനാഥരായി പോകുന്ന സാംസ്കാരിക കേരളത്തിൻ്റെ പിന്നോട്ടുള്ള നടത്തത്തിൽ ആലംബഹീനരായി മാറുന്ന വൃദ്ധരായ മാതാപിതാക്കളെ തൻ്റെ ജീവിതവുമായി ബന്ധിപ്പിക്കാൻ, തൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാക്കാൻ ഒരാൾ തീരുമാനിക്കുക എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിലെ വളരെ വ്യത്യസ്തമായൊരു കർമ്മമാണ്. ആ കർമ്മത്തിൻ്റെ അടയാളമാണ് ഇന്നീ കാണുന്ന സ്ഥാപനം. ഈ 4 വർഷമായി നൂറുകണക്കിന് അങ്ങനെയുള്ള ആളുകൾ ഇവിടെ വന്ന് പോയിരിക്കുന്നു. നഷ്ടപ്പെട്ട ജീവിതങ്ങളെ തിരിച്ച് കൊടുക്കാൻ നടത്തുന്ന പരിശ്രമങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്.
ആരെങ്കിലും ഏറ്റെടുത്ത് സംരക്ഷിക്കുക എന്നത് മാത്രമല്ല, വീണു പോകുന്ന, തകർന്നു പോകുന്ന ജീവിതത്തെ തിരിച്ചു പിടിക്കാൻ നടത്തുന്ന ഒരു ശ്രമവും കൂടിയാണ് ഇത്. ഇവിടെ ജീവിക്കുന്ന അന്തേവാസികൾക്ക് മാത്രമായി ആവിഷ്കാരപരമായ കലാരൂപങ്ങൾ അവതരിപ്പിക്കുക എന്നതിനപ്പുറം ഒരു പ്രദേശത്തിൻ്റെ ആകെ കാഴ്ചകളിലേക്ക്, ജീവിത പാതകളിലേക്ക് എത്തിച്ചേരാൻ പറ്റുന്ന വിധത്തിൽ ഇവിടുത്തെ സാംസ്കാരിക പ്രവർത്തനങ്ങളെ കൊണ്ടുപോവുകയും കൂടിയാണ് ഇന്ന് രൂപീകരിക്കപ്പെടുന്ന, ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന ഈ സാംസ്കാരിക കേന്ദ്രത്തിൻ്റെ സവിശേഷത. ഇത്തരത്തിലൊരു സാംസ്കാരിക കേന്ദ്രം 1 വർഷത്തിന് മുമ്പാണ് ഈ സമുദ്ര ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ചെയർമാൻ ശ്രീ റുഗൽ സിംഗ് ഇതുമായി ബന്ധപ്പെട്ടുള്ളൊരാശയം പറയുന്നത്. അതിൽ അദ്ദേഹത്തിന് ഒരു വിശാലമായ ഒരു കാഴ്ചപ്പാട് ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. അത് നേരത്തെ ശ്രീകുമാർ സാറ് പറഞ്ഞു, ആവർത്തിക്കുന്നില്ല. അപ്പോൾ അത്തരത്തിൽ ഒരു സംരംഭം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും അതിൻ്റെ ഉദ്ഘാടകൻ ആരായിരിക്കണം എന്നുള്ളതിനെ സംബന്ധിച്ചാണ് ഒരു പ്രധാനമായും ഒരു ചർച്ച ഉണ്ടാകുന്നത്. സ്വാഭാവികമായും ഉണ്ടായ ചർച്ചയിൽ കല കൊണ്ട് ജീവിക്കുകയും കലയിലൂടെ ഒരു വിപ്ലവത്തിൻ്റെ സാധ്യതയെ കേരള സമൂഹത്തിൻ്റെ മുമ്പിൽ ഉയർത്തിക്കാട്ടുകയും അനശ്വരനായിട്ടുള്ള നടൻ ശ്രീ കലാഭവൻ മണിയുടെ സഹോദരൻ മോഹിനിയാട്ടത്തിൽ കലാമണ്ഡലത്തിൽ നിന്നും PhD എടുക്കുകയും കലോപാസകനായി കേരളത്തിലെമ്പാടും സഞ്ചരിക്കുകയും ഇരുളടഞ്ഞ മനസ്സുകളിൽ കലയുടെ തിരികൊളുത്തുന്ന യഥാർത്ഥ കലാകാരൻ തന്നെ സമുദ്ര സാംസ്കാരിക കേന്ദ്രത്തിൻ്റെ മതേതര സ്വഭാവത്തെ ഉയർത്തിക്കാട്ടിക്കൊണ്ട് ഉദ്ഘാടനം ചെയ്യണമെന്ന് നമ്മളെടുത്ത തീരുമാനത്തിൻ്റെ ഭാഗമാണ് ശ്രീ RLB രാമകൃഷ്ണൻ ഇന്നിവിടെ എത്തി നിൽക്കുന്നത്. ചട്ടമ്പി സ്വാമികളും അയ്യങ്കാളിയും നവോത്ഥാന നായകന്മാരുടെ പാദസ്പർശമേറ്റ മണ്ണാണ് നമ്മുടെ ഈ പാതയോരങ്ങൾ. ശിവഗിരി കുന്നുകൾ തൊട്ടടുത്താണ്. ശ്രീ RLB എനിക്ക് തോന്നുന്നു ഇവിടെ ശിവഗിരിയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അക്ഷരത്തെ ഏറ്റവും ഉയർന്ന ആയുധമായി കണ്ട ശ്രീനാരായണ ഗുരു മനുഷ്യനെ മതത്തിലല്ല മതേതരത്വത്തിൻ്റെ പാതയെ ഉയർത്തിക്കാട്ടുവാൻ പരിശ്രമിച്ചിട്ടുള്ള ഒരു നാട്. ചട്ടമ്പി സ്വാമികളും അയ്യങ്കാളിയും ഒക്കെ തന്നെ നമ്മുടെ അഭിമാനത്തിൻ്റെ ഭാഗമായി തെക്കൻ കേരളത്തിൽ നിന്നുള്ളവരാണ്, നമ്മുടെ ഈ നാട്ടിലുള്ളവരാണ് എന്നുള്ളത് ഇത്തരത്തിലുള്ളൊരു വേദി ഒരുക്കുമ്പോൾ ശ്രീ RLB ഇവിടെ എത്തിക്കുക എന്നുള്ളതായിരുന്നു ആ ലക്ഷ്യം. അത് നിറവേറ്റാൻ കഴിഞ്ഞു. അതുകൊണ്ട് ഹൃദ്യമായ സ്വാഗതം ശ്രീ RLBക്ക് രാമകൃഷ്ണൻ സാറിന് ഇവിടെ നൽകുകയാണ്. കഥാപ്രസംഗം എന്ന കല കേരളത്തിൽ ഇന്ന് ജീവിച്ചിരിക്കുന്നവരിൽ 1-ാം സ്ഥാനം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. വളരെ കാലമായി നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്തും കൂടിയായിട്ടുള്ള കേരള സംഗീത അക്കാദമി അംഗവുമായിട്ടുള്ള ശ്രീ ചിറക്കര സലികുമാർ അദ്ദേഹം ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിനെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് അഡ്വക്കേറ്റ് KP സജീനാഥ്, നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും വലിയ പിന്തുണ നൽകുന്ന മികച്ച പ്രഭാഷകൻ കൂടിയായിട്ടുള്ള, നമ്മുടെ ഒട്ടനവധി ഭരണഘടനാ സ്ഥാനങ്ങളിൽ ഇരുന്നിട്ടുള്ള അഡ്വക്കേറ്റ് KP സജീനാഥ്, അദ്ദേഹം ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഈ വേദിയിലേക്ക് ഊഷ്മളമായി അദ്ദേഹത്തിനെ സ്വാഗതം ചെയ്യുകയാണ്. ഗോപിക കൃഷ്ണൻ, കേരള യൂണിവേഴ്സിറ്റിയിൽ MSWന് ഫസ്റ്റ് റാങ്ക് കിട്ടിയ ഗോപിക കൃഷ്ണൻ നമ്മുടെ ഈ സമുദ്ര ഈ വയോജന കേന്ദ്രത്തിന് ഒരു മുതൽക്കൂട്ടാവും എന്ന പ്രതീക്ഷയിൽ ഗോപിക കൃഷ്ണനെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ മുഖ്യാതിഥിയായി ഇവിടെ പങ്കെടുക്കുന്ന പൂജ S പ്രിൻസിപ്പൽ MGM മോഡൽ സ്കൂൾ അയിരൂർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ പറയപ്പെടുന്ന പേരുകൾ കൂടാതെ ഇന്ന് ഈ സദസ്സ് കൊണ്ട് സമ്പുഷ്ടമായിരിക്കുന്ന ഒട്ടനവധി വ്യക്തികളുണ്ട്. അത് ഈ സാംസ്കാരിക കേന്ദ്രത്തിൻ്റെ വിവിധ സബ് കമ്മിറ്റികളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന കലാകാരന്മാരും സാമൂഹ്യ പ്രവർത്തകരും ആയിട്ടുള്ള ഒട്ടനവധി പേരുകളുണ്ട്. ഞാൻ ഓരോ പേരുകളും ഇവിടെ ആവർത്തിക്കുന്നില്ല. കാരണം അത് നമ്മുടെ അധ്യക്ഷൻ തന്നെ നമ്മുടെ ഈ ചാരിറ്റബിൾ ട്രസ്റ്റുമായി ബന്ധപ്പെട്ടുള്ള ഈ സാംസ്കാരിക കേന്ദ്രത്തിൻ്റെ ആ സബ് കമ്മിറ്റിയുടെ പ്രവർത്തനത്തിൻ്റെ ഏകോപനവുമായി ബന്ധപ്പെട്ടിട്ടുള്ളവരാണ്.
ഇവിടെ സാന്നിധ്യം കൊണ്ട് സമ്പുഷ്ടമായിരിക്കുന്ന ഓരോ മഹത് വ്യക്തികളും ഞാൻ ആ ഘട്ടത്തിൽ അധ്യക്ഷൻ തന്നെ പേര് പരാമർശിക്കുമെന്നുള്ളത് കൊണ്ട് അവരോരോരുത്തരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ ഔപചാരികതയുടെ പേരിൽ ഈ യോഗത്തിൻ്റെ അധ്യക്ഷനായിട്ടുള്ള പ്ലാക്കാട് ശ്രീകുമാർ സാറിനെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ ട്രസ്റ്റിൻ്റെ ചെയർമാൻ ശ്രീ റൂവൽ സിംഗിനെ സ്വാഗതം ചെയ്യുന്നു. ഇതുമായി ബന്ധപ്പെട്ട് പങ്കെടുത്തിരിക്കുന്ന മുഴുവൻ പേർക്കും ഒറ്റ വാക്കിൽ സ്വാഗതം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അഭിവാദ്യങ്ങൾ. ഓർമ്മയിൽ നിർത്താതെ അല്ലെങ്കിൽ നമ്മുടെ മുൻപിൽ ആ മനുഷ്യനെ കാണാതെ കേരളത്തിന് മുൻപോട്ട് പോകാൻ കഴിയില്ല. കാരണം കലാകാരൻ സ്വയം സമരം ചെയ്തുകൊണ്ട് ഒരു രംഗത്ത് വരിക, ആ രംഗത്തിൻ്റെ രാജാവായി മാറുക, യേശുദാസ് എന്ന വലിയ ഗായകൻ വാങ്ങുന്നതിനേക്കാൾ പ്രതിഫലം വാങ്ങി ഗായകനായി ജീവിക്കുക എന്നൊക്കെ പറയുന്നത് വെറുമൊരു ജീവിതമല്ല, അതൊരു പ്രതിരോധമായിരുന്നു, ഒരു പ്രതിഷേധമായിരുന്നു, ഒരു സമരമായിരുന്നു. അങ്ങനെ ജീവിതം സമരമാക്കി മാറ്റിയത് അറിഞ്ഞോ അറിയാതെയോ. അങ്ങനെയാണ് കേരളം ശ്രീ മണി എന്ന കലാകാരനെ ഓർക്കുന്നത്. ആ ഓർമ്മയിലാണ് അദ്ദേഹത്തിൻ്റെ സഹോദരൻ നമ്മുടെയൊക്കെ ശ്രദ്ധാകേന്ദ്രമായി മാറുന്നത്. അദ്ദേഹവും തൻ്റെ കലാജീവിതം അങ്ങനെ തന്നെയാണെന്നാണ് നമ്മളൊക്കെ അറിയുന്നത്. സമരം ചെയ്തുകൊണ്ട് തന്നെ കലാജീവിതം നടത്തുന്ന പ്രിയപ്പെട്ട കേരളത്തിൻ്റെ കലാകാരൻ ശ്രീ RLV രാമകൃഷ്ണനെ സ്നേഹാദരങ്ങളോടെ ക്ഷണിക്കുന്നു ഉദ്ഘാടനത്തിനായി. ഇവിടേക്ക് കയറി വരുമ്പോൾ നിങ്ങളെല്ലാം ഒരു അത്ഭുതത്തോടെ അല്ലെങ്കിൽ ഇഷ്ടത്തോടെയൊക്കെ എന്നെ നോക്കുമ്പോൾ ഞാൻ മറിച്ച് മറ്റൊരു ചിന്തയിലാണ് ഇവിടേക്ക് വരുന്നത്. ഈ സ്ഥാപനത്തിലേക്ക് എന്നെ ക്ഷണിക്കുമ്പോൾ ഒരുപാട് പ്രാവശ്യം മനസ്സിലെ കൂട്ടിച്ചേർക്കലുകളും ചോദ്യങ്ങളും ഉത്തരങ്ങളുമൊക്കെയായി എന്നെ ഷീന ടീച്ചർ വിളിക്കുമ്പോൾ ഞാൻ എങ്ങനെ ഇതിലേക്ക് പങ്കെടുക്കാനെത്തും, ഏത് തരത്തിൽ വരണം, എങ്ങനെയാണ് ഇവിടെ വന്ന് ഞാൻ സംവദിക്കേണ്ടത് എന്നൊക്കെ ഇങ്ങനെ 100 ചോദ്യങ്ങളായിരുന്നു. അങ്ങനെ പല പ്രാവശ്യം വിളിച്ചപ്പോഴൊക്കെ ഞാൻ പറയാം എന്ന് പറഞ്ഞുകൊണ്ട് ടീച്ചറോട് ഒരു ഒഴിവ് പറഞ്ഞു നിർത്തിയേക്കായിരുന്നു. പക്ഷേ എന്നെങ്കിലും വരണം, അല്ലെങ്കിൽ ഇത്തരം സ്ഥാപനങ്ങളിലേക്ക് പോകണം എന്നൊക്കെ മനസ്സിലുണ്ട്. ഞാൻ എന്താണെന്ന് അറിഞ്ഞാലാണ്, അല്ലെങ്കിൽ ഞാനായിരിക്കുന്ന ഇന്നത്തെ ഈ അവസ്ഥ എന്താണെന്ന് അറിഞ്ഞാലാണ് ഞാനിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ എന്ന് നിങ്ങൾക്ക് വ്യക്തമാവുകയുള്ളൂ. ഇവിടെ റുവൽ സിംഗ് എന്ന് പറയുന്ന മനുഷ്യസ്നേഹിയായ ഒരു വ്യക്തി, അത് തന്നെയായിരുന്നല്ലോ കലാഭവൻ മണിയും. തൻ്റെ വ്യക്തിത്വം, നമുക്ക് പലവർക്കും പല വ്യക്തിത്വങ്ങളാണ്. എന്നാൽ നമ്മൾ സമൂഹത്തിൻ്റെ ഭാഗമാകുമ്പോൾ മാത്രമാണ് ആ വ്യക്തിത്വത്തിന് കൂടുതൽ തിളക്കം കൂടുക. അധ്യാപകനാവട്ടെ, കലാകാരനാവട്ടെ, എൻജിനീയറാവട്ടെ, ഡോക്ടറാവട്ടെ, ഏത് പൊതുമേഖലയിൽ പ്രവർത്തിക്കുന്ന വ്യക്തിത്വങ്ങൾ അവരുടെ കോട്ടിൻ്റെയും സൂട്ടിൻ്റെയും ഉള്ളിൽ ഒതുങ്ങി നിൽക്കുമ്പോൾ അവർ ഒരു വ്യക്തിയാകുന്നില്ല. വ്യക്തിയാകപ്പെടുന്നതും സമൂഹത്തിൻ്റെ ഭാഗമാകുമ്പോൾ മാത്രമാണ്. അതുകൊണ്ട് തന്നെയാണ് കലാഭവൻ മണി നമ്മളെ വിട്ടു പോയിട്ടും നിങ്ങളുടെ ഉള്ളിലൊക്കെ ജീവിച്ചിരിക്കുന്നത് ഇന്നും ആ ഒരു സമൂഹ സ്നേഹം അദ്ദേഹത്തിൻ്റെ ഉള്ളിലുണ്ടായത് കൊണ്ടാണെന്നുള്ള കാര്യം നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. ഒരു ഓണമായാലും വിഷുവായാലും അല്ലെങ്കിൽ ഏതൊരു വിശേഷപ്പെട്ട ദിവസങ്ങളായാലും ചാലക്കുടിയിലേക്ക് വന്നെത്തുന്ന ഒരുപാട് പാവപ്പെട്ടവരായിട്ടുള്ള അച്ഛനമ്മമാർ, സഹോദരി സഹോദരന്മാർ, രോഗം ബാധിച്ചവർ, വിദ്യാഭ്യാസത്തിന് സഹായം ചോദിച്ചെത്തുന്നവർ, വീടില്ലാത്തവർ, ഇങ്ങനെ ഒരുപാട് ആളുകളെ കണ്ട് തഴമ്പിച്ച കണ്ണുകൾ തന്നെയാണ് എൻ്റേതും. കാരണം സഹോദരൻ്റെ അടുത്ത് വരുമ്പോൾ അത് മനസ്സിലാക്കുകയും അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുത്തിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം. എന്തായാലും മനസമാധാനത്തോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന
ഒരു കലാകാരനാണ്. എന്തായാലും ഒരു നൃത്തം പഠിപ്പിച്ചിട്ട് വലിയ സാമ്പത്തികം ഉണ്ടായിട്ടൊന്നും ചേട്ടനെ പോലെ പ്രവർത്തിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ഒരു ആളോട് സിനിമയിൽ അവസരം ചോദിച്ചതിന് അതിലും കിട്ടി കുറേ തട്ട്. എന്താ അപ്പം നമുക്ക് സിനിമയിൽ അഭിനയിച്ചുകൂടെ അല്ലേ? അപ്പോൾ കലാഭവൻ മണി വീട്ടിൽ നിന്ന് ആരും വരാൻ പാടില്ല സിനിമയിൽ അഭിനയിക്കാൻ. നീ അങ്ങനെ സിനിമയിൽ അഭിനയിക്കാൻ ചാൻസ് ചോദിക്കാൻ പാടുണ്ടോ? അത് പാടില്ല, അവൻ നന്നാവരുത്. അങ്ങനെയുള്ള ആളോടല്ലേ നമുക്ക് ചോദിക്കാൻ പറ്റുള്ളൂ എനിക്ക് സിനിമയിൽ അവസരം തരൂ. അത് ചോദിച്ചതിനും നിങ്ങളൊക്കെ കണ്ടു കാണും അല്ലേ? അവൻ അഹങ്കാരി. അവന് നൃത്തത്തിന് അവസരം കൊടുത്തപ്പോൾ അവന് സിനിമയിൽ ചാൻസ് ചോദിച്ചു എന്ന്. ഇതാണ് നമ്മുടെ ലോകം. എനിക്ക് നൃത്തത്തിന് അവസരമില്ലാതെ ഞാൻ ഒരു സൂയിസൈഡ് അറ്റംപ്റ്റ് നടത്തി ആശുപത്രി കിടന്ന സമയത്ത് ആരും ഉണ്ടായില്ല അവസരം തരാൻ. ഇപ്പം ഉണ്ടായ സംഭവം നൃത്തത്തിൽ അവസരം കിട്ടാതെയല്ല, മറ്റു ചില പ്രശ്നങ്ങളിലൂടെയാണ് ഉണ്ടായത്. ഓടപ്പഴം പോലൊരു പെണ്ണീന് വേണ്ടി ഞാൻ കൂടപ്പുഴയാകെ അലഞ്ഞോനാണ്ടി. ഓടപ്പഴം പോലൊരു പെണ്ണീനീ കിട്ടിയില്ല, കൂടപ്പുഴ പിന്നെ ഞാൻ കണ്ടിട്ടില്ല. താങ്ക് യു. ഇവിടെ നന്നായി പാടുന്ന ആദ്യം ലൈബ്രറിയനായിട്ട് ആണ് എന്നെ അച്ഛൻ ജോലിയിൽ പ്രവേശിപ്പിക്കുന്നത്. ലൈബ്രറിയനായി, അധ്യാപികയായി, HOD ആയി, വൈസ് പ്രിൻസിപ്പലായി, ഇപ്പോൾ പ്രിൻസിപ്പലായിട്ട് 11 വർഷം കഴിഞ്ഞു. ഞങ്ങളുടെ സ്കൂളിൽ ഞങ്ങളുടെ വിദ്യാർത്ഥികൾ എല്ലാ വർഷവും വൃദ്ധസദനങ്ങളിൽ സന്ദർശിക്കാറുണ്ട്. പക്ഷേ ഇതുവരെ സമുദ്രതീരത്തിലെത്തിയിട്ടില്ല. സാറിൻ്റെ സഹോദരൻ പറഞ്ഞതുപോലെ എന്തായാലും ഇനിയും എൻ്റെ കുട്ടികളും ഞങ്ങളുടെ അധ്യാപകരും ഇവിടെ വരുന്നതായിരിക്കും. എൻ്റെ അച്ഛൻ്റെ ഒരു വലിയ ആഗ്രഹമാണ് ഒരു വൃദ്ധസദനം തുടങ്ങുക എന്നുള്ളത്. ഇന്നത്തെ കാലത്ത് അതാണല്ലോ ആവശ്യമെന്ന് അദ്ദേഹം എപ്പോഴും പറയാറുണ്ട്. എത്ര നല്ല സ്നേഹമുള്ള മക്കളായാലും ഒരു സമയം ബുദ്ധിമുട്ട് വരുന്ന സമയത്ത് നമ്മളെ നോക്കാൻ ആരും കാണില്ല എന്ന് പറയാറുണ്ട്. എല്ലാവരും ചുമപ്പ് ഡ്രസ്സിലാണ് ഇരിക്കുന്നത്. ക്രിസ്മസ് അല്ലേ, അതുകൊണ്ടായിരിക്കാം ചുവപ്പ് ഡ്രസ്സിൽ ഇരിക്കുന്നത്. വളരെയധികം സന്തോഷം. എന്തുകൊണ്ട് ആ ചുവപ്പും വെള്ളയും ഇട്ടിരിക്കുന്നതെന്നുള്ള ഇങ്ങനെയുള്ള ആ കാര്യങ്ങളെല്ലാം നമ്മൾ മനസ്സിലാക്കുക. വായിക്കുക, ബുക്ക് വായിക്കുക. വാർദ്ധക്യമായി എന്ന് പറഞ്ഞിട്ട് ബുക്ക് വായിക്കാതിരിക്കരുത്. ഞാൻ കഴിഞ്ഞ ദിവസം എനിക്ക് ഗാന്ധി ഭവനിൽ ഒരു വാട്സാപ്പ് ഗ്രൂപ്പുണ്ട്. അപ്പോൾ അതിനകത്തൊരു ബുക്ക് വന്നു. കൗമാരപ്രായക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ബുക്കാണ്. 10 വയസ്സായ കുട്ടികളുടെ അമ്മ അറിയാനുള്ളത് എന്നുള്ള രീതിയിലാണ്. അങ്ങനെ ഞാനത് വാങ്ങി. ഇന്ന് രാവിലെയാണ് അതെൻ്റെ കയ്യിൽ കിട്ടുന്നത്. അപ്പോൾ അതിൻ്റെ തുടക്കം തന്നെ എഴുതിയിരിക്കുന്നത് നമ്മൾ കറക്റ്റായിട്ട് നമ്മുടെ ഓരോ കാര്യങ്ങളും മനസ്സിലാക്കി തന്നെ പോകണം. സത്യം പറഞ്ഞാൽ കേരളത്തിൽ വീണ്ടും ഒരു നവോത്ഥാന പോരാട്ടം ആവശ്യപ്പെടുന്ന അന്തരീക്ഷത്തിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് എനിക്ക് തോന്നാറുണ്ട് പലപ്പോഴും. നമ്മളെല്ലാം നമ്മുടെ പഠനകാലങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ ഇത്തരത്തിലുള്ള പ്രതിഭകളെ എങ്ങനെ മാറ്റി നിർത്തി മറ്റുള്ളവർക്ക് മുന്നോട്ട് പോകാമെന്നുള്ള തീക്ഷ്ണമായ അഭിവാഞ്ച നമ്മുടെ മണ്ണിലുണ്ട് എന്നുള്ളത് പച്ചയ യാഥാർത്ഥ്യമാണ്. അപ്പം എങ്ങനെയാണ് ഇതിനെ നേരിടുന്നത് എന്ന് പൊതുസമൂഹം ആലോചിക്കുമെന്ന് മാത്രം ഞാൻ ആ കാര്യത്തെക്കുറിച്ച് പറയുകയാണ്. എന്തായാലും എനിക്കിന്ന് ഈ പ്രസംഗം ഒരു ഊർജം നൽകി. പ്രിയ ഷീല ടീച്ചർ നോക്കുന്നുണ്ട് ഞാനാണ് രാമകൃഷ്ണൻ സാറിനെ വിളിച്ചത് എന്ന്. തീർച്ചയായും നമ്മളുടെ ഈ സമുദ്ര ചാരിറ്റബിൾ കേന്ദ്രത്തിലേക്ക് സ്നേഹനിധികളായ നമ്മുടെ അമ്മമാരും അച്ഛന്മാരും വസിക്കുന്ന ഈ മണ്ണിലേക്ക് അദ്ദേഹത്തിൻ്റെ യാത്ര അദ്ദേഹത്തിനും വലിയ മാറ്റങ്ങൾ സംഭവിക്കുമെന്നാണ് മാത്രമാണ് എനിക്ക് തോന്നുന്നത്. കാരണം അദ്ദേഹം പറഞ്ഞ ഒരു സിനിമയുടെ എല്ലാ പശ്ചാത്തലമുണ്ട്. അതിലെ പ്രധാനപ്പെട്ട നടനും അദ്ദേഹമാണ്. അതിനകത്ത് വലിയ ഒരു നർത്തകനായിരിക്കും ആ വലിയ അല്ലേ, നമ്മൾ ഈ പണ്ട് കമലഹാസൻ്റെ കമലദളം പോലെ ഒരു സിനിമ അല്ലേ. അങ്ങനെയൊക്കെ ഒത്തിരി സാധ്യതകളാണ് നമ്മുടെ ചിന്തയിലേക്ക്. നമ്മളെപ്പോലെയുള്ള പാമരന്മാരായ ആൾക്കാർക്ക് അതിനൊന്നും കഴിയില്ലെങ്കിലും ഇവിടെ ഇരിക്കുന്ന വലിയ സുമനസ്സുകൾക്ക് അതിനൊക്കെ സാധ്യതയുണ്ട്.
അതും എനിക്ക് തോന്നുന്നു ബഹുമാന്യനായ ആരാണ് നമ്മുടെ പ്ലാക്കാർഡ് ശ്രീകുമാർ സാറിൻ്റെ മനസ്സിലുണ്ടാകും എന്ന് മാത്രം ഞാൻ ഓർക്കുകയാണ്. അപ്പോൾ ഇവിടേക്ക് വന്നപ്പോഴെനിക്ക് ഒരു കവിത ചൊല്ലണം എന്നാണ് തോന്നിയത്. ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല, ഒരുപാട് പേര് സംസാരിക്കാനുള്ളത് കൊണ്ട്. എനിക്ക് ഈ കവിതയ്ക്ക് അമ്മയെന്ന് പേരിട്ടാലോ എന്നാണ് തോന്നിയത്. പി മധുസൂദനൻ നായരുടെയാണ്. ഞാൻ അങ്ങനെ ഒന്ന് ചെറിയ ഈണത്തിൽ ഒന്ന് പാടാം. അമ്മയ്ക്കു കുറ്റമേ ഉള്ളൂ, പറവതും ചെയ്വതും സർവതും കുറ്റമത്രേ. അമ്മയ്ക്കു കുറ്റമേ ഉള്ളൂ, പറവതും ചെയ്വതും സർവത്ര കുറ്റമത്രേ. എന്തിലും കുറ്റം, കറിയിലുപ്പിട്ടില്ല, വാതിലടയ്ക്കാൻ മറന്നുപോയി. ചോറുവെന്താകെ കുഴഞ്ഞുപോയി, വേണ്ട പോൽ പച്ചക്കറികൾ കഴുകിയില്ല. ശ്രദ്ധയില്ലൊന്നിലും ചുറ്റും നടക്കുന്ന കാര്യങ്ങളൊന്നും അറിഞ്ഞുകൂടാ. വല്ല വിഡ്ഢിത്തവും വീട്ടിലാരെങ്കിലും വന്നാൽ വിളമ്പിടും ഓർത്തിടാതെ. ഇങ്ങനെ അമ്മയിലില്ലാത്ത കുറ്റങ്ങൾ ഇല്ല പറവാൻ അവർ തുനിഞ്ഞാൽ. തനിക്ക് കിട്ടുന്ന സമ്പാദ്യത്തിൽ ഒരു ചെറിയ ഭാഗം, ഇപ്പോഴും വലിയ ഭാഗം റൂബൽ സിംഗ് ചെലവഴിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലായി. ഇല്ലെങ്കിൽ ഇങ്ങനെയൊന്നും കെട്ടിപ്പടുക്കാൻ സാധ്യമല്ല. അത് ചെയ്ത് സ്വന്തം അച്ഛനെയും അമ്മയെയും സഹോദരങ്ങളെയും പോറ്റുന്നത് പോലെ അവർക്ക് സ്നേഹവും വാത്സല്യവും അവർക്ക് ഭക്ഷണവും മരുന്നും എല്ലാം നൽകി സംരക്ഷിച്ചു പോകുന്ന മഹത്തായൊരു ജീവിതമാണ് ഇവിടെ റൂബൽ സിംഗ് സാക്ഷ്യപ്പെടുത്തുന്നത്, നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. ഇത് സമൂഹത്തിൽ മാതൃകയാക്കേണ്ടതാണ്. ഇത് വ്യവസായമായി ചില ആളുകൾ വ്യാഖ്യാനിക്കുന്നുണ്ട്, എനിക്കറിയാം. രണ്ട് തരം ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. നിലാവ് പെയ്യുന്ന ചന്ദ്രനെ നോക്കിയിട്ട് ഹായ് നല്ല നിലാവ് എന്ന് സജ്ജനങ്ങൾ പറയുമ്പോൾ അതിനകത്ത് കറുപ്പടയാളം ഉണ്ട് പറയുന്നത് ദുർജനങ്ങളാണ്. അത്തരത്തിലുള്ള ദുർജനങ്ങളുടെ ആക്രമണം ഏറ്റ ഒരാളാണ് ശ്രീരാമകൃഷ്ണൻ. പക്ഷേ ഇരുട്ട് വന്ന് മൂടിയെന്ന് കരുതി മുല്ല വിരിയാതിരിക്കുകയില്ല. അത് വിരിയുകയും അതിൻ്റെ സുഗന്ധമെത്തുകയും പരക്കുകയും ചെയ്യും എന്നതിന് സാക്ഷ്യമാണ് ശ്രീ RV രാമകൃഷ്ണൻ. ഇച്ഛാശക്തിയോടുകൂടി പ്രവർത്തിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മളെത്തേണ്ട സ്ഥലത്ത് തന്നെ എത്തും. ചിതയിൽ കൂടി നടന്നേ ശീതളഭൂമിയിലെത്തൂ, തളർന്നിരിപ്പോർക്കില്ല ശ്രേയസ്സിൻ ശശികലയുമെന്ന് നാലാങ്കലിൻ്റെ കവിത 10ാം ക്ലാസ് കഴിഞ്ഞ് ഞാനിങ്ങനെ നിൽക്കുമ്പോഴാണ് ഓണം വിശേഷാൽ പ്രതിയിൽ വായിക്കുന്നത്. ഏതാണ്ട് ഒരു 10-16 അല്ല 20ഓളം വരികളുള്ളൊരു കവിത. അതിൽ എന്നെ സ്പർശിച്ചത് ഈ 4 വരികളായിരുന്നു. ചിതയിൽ കൂടി നടന്നേ ശീതളഭൂമിയിലെത്തൂ, തളർന്നിരിപ്പോർക്കില്ല ജയവും ശ്രേയസ്സിൻ ശശികലയും എന്നാണ്. ഒരുപക്ഷെ RLV രാമകൃഷ്ണന് മറ്റേതെങ്കിലും തൊഴിൽ സാധ്യത തേടിപ്പോകാമായിരുന്നു. അന്നൊക്കെ അനിയന് ഗൾഫിലേക്ക് ആരെങ്കിലും വിസയെടുത്ത് തന്നിരുന്നെങ്കിൽ അവിടെ പോയി ഏതെങ്കിലും കമ്പനിയിൽ അവരെയൊക്കെ ഒന്ന് സൂപ്പിട്ട് നിന്നെങ്കിൽ ചാലക്കുടിയിൽ വലിയ വീടുമൊക്കെ വെച്ച് ആ വീടിൻ്റെ മുകളിൽ കയറി വീശി കാറ്റുമൊക്കെ കൊണ്ട് സുഖിച്ചിരിക്കാമായിരുന്നു. എൻ്റെ നാട്ടിലും ഇതുപോലെ ഒരുപാട് പേർ ലണ്ടനിലും അമേരിക്കയിലൊക്കെ പോയവരുണ്ട്. എൻ്റെ കൂടെ പഠിച്ചവരും എനിക്ക് ശേഷം പഠിച്ചവരും. അവർക്ക് ഇടയ്ക്ക് വരുമ്പോൾ ചോദിക്കും വല്ലതും ഉണ്ടാക്കിയോ എന്ന് ചോദിച്ചാൽ എൻ്റെ പേരിൽ എത്ര സെൻറ്റ് സ്ഥലമുണ്ട്, കരമൊടുക്ക് എത്രയ്ക്കുണ്ടെന്നാണ്. ഞാൻ തമാശയായി പറയാറുണ്ട്, പ്രമാണമെല്ലാം കൂടെ വന്നാൽ സൂക്ഷിക്കാൻ പറ്റി വേണ്ടേ, മാത്രമല്ല കൂടെ ഇലേ ആഫീസിൽ പോയി കൃത്യമായി കരമൊടുക്കണം. അതിനൊന്നും എനിക്ക് സമയമില്ല, അതുകൊണ്ട് ഞാൻ ഭൂമിയൊന്നും വാങ്ങുന്നില്ല. പക്ഷെ നീ ഉണ്ടാക്കിയ വീട് നിൻ്റേതാണെന്നറിയണമെങ്കിൽ നീ അതിൻ്റെ ഫോട്ടോ എടുത്ത് ബൈൻഡിലൊട്ടിച്ച് കഴുത്തി കെട്ടി പാരിപ്പള്ളി വന്ന് നിൽക്കുമ്പോൾ ഇത് നിൻ്റെ വീടായിരുന്നു അല്ലേ, ഞാൻ ഒരിക്കൽ അതുവഴി പോയിരുന്നു. വീടിലല്ല ആൾ, ആ വീട്ടിൽ ജീവിക്കുന്നവനാണ് വലുതാകേണ്ടത് എന്ന വിശ്വാസക്കാരനാണ്. അതുപോലെ ഇല്ലായ്മയിൽ നിന്ന് വളർന്നു വന്ന ഒരു യഥാർത്ഥ കലാകാരൻ്റെ നേർഭാഷ്യം കേൾക്കുവാനാണ് ഇപ്പോൾ നമുക്കൊക്കെ ഒരു ഭാഗ്യമുണ്ടായത് എന്ന് ഞാൻ പറഞ്ഞു. ഈ സംഭാഷണമെല്ലാം നടക്കുമ്പോൾ വാസ്തവത്തിൽ എൻ്റെ ഹൃദയം അല്പം ആർദ്രമാണ്. അതുകൊണ്ട് എൻ്റെ കണ്ണ് പലപ്പോഴും നിറഞ്ഞുപോയി. ശ്രീരാമകൃഷ്ണൻ, ഞാൻ കർച്ചീപ്പ് പലപ്പോഴും എടുത്തു കണ്ണ് തുടച്ചിരുന്നു.
കാര്യം ഇത്തരം അനുഭവങ്ങൾ ധാരാളം നമ്മുടെ സമൂഹത്തിലും അനുഭവിക്കുന്നുണ്ട്. ഇവിടെ നവോത്ഥാന കേരളമെന്നും സംസ്കാര കേരളമെന്നും ഒക്കെ ഇപ്പോൾ നമ്മൾ ആലങ്കാരികമായി പറയുന്നുവെങ്കിലും ഈ സംസ്കാരവും നവോത്ഥാനവും വീണ്ടും അത്തരം സമരങ്ങളും ഒക്കെ ആവശ്യമാകുന്നൊരു ഘട്ടത്തിലാണ് നിമിഷിക്കുന്നത്. അവിടെയാണ് സമുദ്രതീരം എന്ന് പറയുന്ന ഈ സ്ഥാപനത്തിൻ്റെയും പ്രസക്തി. എവിടെയാണ് സാംസ്കാരിക ഇതിൻ്റെ മുഖം പ്രശോഭിക്കുന്നത്? ഇവിടെയാണ്. ഇതാണ് മതേതരത്വത്തിൻ്റെ പ്രതീകമായിട്ടുള്ള സ്ഥാപനം. ഇവിടെയാണ് റൂവൽ സിംഗിൻ്റെ മനസ്സിന് ഇതിൻ്റെ ഒരു സൗന്ദര്യം അല്ലെങ്കിൽ പ്രകാശം പരത്തുവാൻ കഴിയുന്നത്. ആ വിധത്തിലുള്ളവരാണ് യഥാർത്ഥത്തിൽ നവോത്ഥാനത്തിൻ്റെ മുൻപന്തിയിൽ നിന്ന് പ്രവർത്തിക്കുന്നവർ എന്ന് എനിക്കിപ്പോൾ പറയാൻ കഴിയും. ഈ ഒരു വലിയ സ്ഥാപനം അദ്ദേഹം നടത്തിക്കൊണ്ടു പോവുകയും ഇപ്പോൾ അതിൻ്റെ ഒരു ഉപവിഭാഗമായിട്ട് കലാ സാഹിത്യ സാംസ്കാരിക സംഘടന എന്ന് ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു. ഇപ്പോൾ പ്രസാദ് സാർ പറഞ്ഞു നമ്മുടെ നാട്ടിൽ പുതിയ നവോത്ഥാനത്തിന് സമയമായി എന്ന്. സാർ ആരെയാണോ ഉദ്ദേശിച്ചത് അവർ തന്നെയാണ്. ഈ നവോത്ഥാനം എന്ന് പറഞ്ഞൊരു വണ്ടി പിടിച്ചു പോകുന്ന കാര്യമൊന്നുമല്ല. നവോത്ഥാനം എന്ന് പറയുന്നത് ഓരോരുത്തരുടെയും ഉള്ളിൽ എനിക്ക് രാമകൃഷ്ണനെയും ജ്യേഷ്ഠനെയും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തുക്കളാണ്. അത് രാമകൃഷ്ണനെ അറിയുന്നത് ജ്യേഷ്ഠൻ്റെ അനിയനായിട്ടല്ല, രാമകൃഷ്ണനായിട്ട് തന്നെയാണ്. അതിനൊരുപാട് കാരണമുണ്ട്. 10-12 വർഷം മുമ്പ് ഞാൻ പകൽക്കുറിക്കാരനാണെന്ന് എൻ്റെ കൂട്ടുകാർക്കറിയാം. ഞാൻ അവിടെ എല്ലാ ഉത്സവത്തിനും പോകും. ഞാൻ താമസിക്കുന്നത് ഇപ്പോൾ ദൂരെ. അപ്പം ഞാൻ ആ സ്റ്റേജിൻ്റെ അരികിൽ അവിടെ കൗണ്ടറിലിരുന്നപ്പോൾ രാമകൃഷ്ണൻ ഇത്രയും വണ്ണമൊന്നുമില്ല. രാമകൃഷ്ണൻ വന്ന് പറഞ്ഞു, ചേട്ടാ എനിക്ക് ഈ പ്രോഗ്രാംകാരെ ഒന്ന് പരിചയപ്പെടുത്തി തരണം. ഞാൻ രാമകൃഷ്ണനാണ്. ഞാൻ പറഞ്ഞു, രാമകൃഷ്ണ ഞാൻ വരാം. വെറും രാമകൃഷ്ണൻ എന്ന് പറയരുത്, നീ RLV രാമകൃഷ്ണനാണ്. ഞാൻ കൊണ്ടുപോയി പരിചയപ്പെടുത്തി. ഒത്തിരി വർഷമായി. അത് അദ്ദേഹം മറന്നു. ഈ പറഞ്ഞ വാക്കുകളൊക്കെ സത്യസന്ധമാണ്. പക്ഷെ ഒരു കാര്യം ആലോചിക്കണം, നമ്മൾ ജീവിക്കുന്നത് മലയാളത്തിലാണ്. മലയാള അക്ഷരങ്ങൾ ലോകത്തിലെ ഏറ്റവും സങ്കീർണമായ ലിപിയുള്ളതാണ്. ഈ സങ്കീർണത എൻ്റെയും നമ്മൾ ഓരോരുത്തരുടെയും സ്വഭാവത്തിലുണ്ട്. ഈ ചുനുപ്പും തിരിപ്പും വളവും. ധൃതരാഷ്ട്രൻ. ലോകത്ത് ഒരു ഭാഷയില്ല ഇങ്ങനെ. മലയാളി അതിജീവിക്കുന്നതും താഴോട്ട് പോകുന്നതും ഈ ഒരു നിമ്നോന്നതങ്ങളുടെ ഒരു മഹാഭാഷയിലാണ്. നമ്മയൊക്കെ ചിരിപ്പിച്ചിട്ടുള്ള ചാർലി ചാപ്ലിൻ. നമ്മൾ വിചാരിക്കും അയാൾ കരഞ്ഞിട്ടുണ്ടെന്ന. ചാപ്ലിൻ ഒരിക്കൽ പറഞ്ഞു, എനിക്ക് മഴയത്ത് നടക്കുന്ന ഇഷ്ടമാണ്, കാരണം ഞാൻ കരയുന്നത് ആരും അറിയില്ല. താങ്കൾ പറഞ്ഞത് വളരെ സത്യമാണ്. പക്ഷേ ഒറ്റപ്പെടുന്നവൻ്റെ ശബ്ദത്തിനാണ് ഏറ്റവും വലിയ കരുത്ത്. അങ്ങേക്കെതിരെ ആരൊക്കെയോ എന്തൊക്കെയോ പറഞ്ഞോട്ടെ, പക്ഷേ അതൊക്കെ ഗുണവും അനവധി ദോഷമായിതു. നളചരിതം. ഗുണവും അനവധി ദോഷമായതു. ഗുണം ഇന്നത്തെ നമ്മുടെ സമൂഹത്തിൽ ദോഷമായിട്ട് വരും. പക്ഷേ താങ്കളെക്കുറിച്ച് പറഞ്ഞതുകൊണ്ട് താങ്കൾക്ക് ഗുണമേ ഉണ്ടായിട്ടുള്ളൂ. എപ്പോഴും അത് ശ്രദ്ധിക്കുക. അപ്പോൾ മരങ്ങൾ കായേറ്റു കുനിഞ്ഞു ചാഞ്ഞിടും. കഥ നിറച്ച് വരുമ്പോൾ മാവൊക്കെ കുനിയും. താങ്കളുടെ ഈ കുനിവ് ചിലർക്ക് സഹിക്കില്ല. അപ്പം ഇവിടെ നമ്മളൊരു പുതിയ പ്രസ്ഥാനം ആരംഭിക്കുകയാണ്, കലയുടെ പ്രസ്ഥാനം. വളരെ ഭവ്യമായി പൂജ ടീച്ചർ അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു, ആ മഹാധ്യാപിക. അപ്പോൾ ഈ കലയുടെ നിറവ് ഒരിക്കലും, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, ഇതുപോലൊരു കലാകാരനെ വേദനിപ്പിക്കാനായിരിക്കരുത്. ഇന്ന് മത്സരങ്ങളുടെ കാലമാണ്. കല അഭ്യസിക്കുന്നതൊക്കെ സമ്മാനം നേടാൻ മാത്രമാണല്ല. ലോകത്തിൻ്റെ പല പല കോണുകളിൽ മ്യൂസിക് തെറാപ്പി, പൊയറ്റിക് തെറാപ്പി, ഡ്രാമ തെറാപ്പി, ഇതെല്ലാം ചികിത്സയുടെ ഭാഗമായിട്ട് ഉപയോഗിക്കുന്നു. കാരണം രോഗങ്ങൾ മാറ്റാനായി. സുന്ദരമായ ഒരു കവിത കേൾക്കുമ്പോൾ, ഒരു ഗാനം കേൾക്കുമ്പോൾ, നീലാംബരിയിലെ ഒരു രാഗം വിസ്തരിക്കപ്പെടുമ്പോൾ, പ്രസാദ് സാർ വിസ്തരിക്കുമ്പോഴൊക്കെ, ഷീല വിസ്തരിക്കുമ്പോഴൊക്കെ കിട്ടുന്ന ഒരു സുഖമുണ്ട്. ആ സുഖം പകരുക എന്നുള്ളതാണ് പരമസുഖം. ആ പരമസുഖത്തിലേക്ക് ഈ മഹാസ്ഥാപനം ഉയർത്തപ്പെടുന്നു. അങ്ങയുടെ ദുഃഖം ഞങ്ങൾ ഏറ്റെടുത്താൽ തീരുന്നതല്ല എന്നറിയാം, എങ്കിൽ പോലും ആ വലിയ ദുഃഖം, ആ ദുഃഖമായി തന്നെ എക്കാലവും താങ്കളോടൊപ്പം ഉണ്ടാകണം. അപ്പോഴേ താങ്കൾ ഉണ്ടാവും. അതൊരിക്കലും മനസ്സിൽ നിന്ന് കളയേണ്ടതല്ല. ആ ദുഃഖത്തോടൊപ്പം താങ്കൾ പിടിച്ചുയരുക തന്നെ ചെയ്യും. വല്ലാതെ
അത് എൻ്റെ അടുത്ത് ഇരിക്കുന്ന നമ്മുടെ ഗായകനായിട്ടുള്ള നീലാംബരി ഇരിപ്പുണ്ട് ഇവിടെ, തഹസിയാരാണ്, റിട്ടയർഡ് തഹസിയാരാണ്. CV പ്രസന്നകുമാർ സാർ ഇരിപ്പുണ്ട്. ഇദ്ദേഹം പറഞ്ഞപ്പോൾ അവർ രണ്ട് പറഞ്ഞ് വിഷമത്തോടുകൂടി അവർ രണ്ടും ഇരുന്നത്. ഞങ്ങൾ പരസ്പരം മുഖത്ത് നോക്കി. പക്ഷേ തോട്ടം സുരേന്ദ്രൻ സാറിൻ്റെ ഒരു ഉപദേശം കേട്ടപ്പോൾ എനിക്കിവിടെ ആത്മവിശ്വാസം കേട്ടിട്ടുണ്ട്. അത് പോരാഞ്ഞ് നമ്മുടെ ആനേടി സാറിൻ്റെ കവിത കേട്ടപ്പോൾ കണ്ണൊന്ന് നിറഞ്ഞു. ഇതൊക്കെയാണ് മനുഷ്യൻ്റെ മാനസിക പ്രശ്നങ്ങളെ. ശ്രീകുമാർ സാർ പറഞ്ഞൊരു കേട്ടൊരു കവിത തുടങ്ങി വെച്ചു. വിത്തനാഥൻ്റെ ബേബിക്ക് പാലും നിർധനച്ചെക്കൻ ഉമിനീരും ദൈവേച്ഛ അല്ല എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. ചങ്ങമ്പുഴ അല്ലായെങ്കിൽ അമ്മട്ടുള്ള ഈശ്വരനെ ചവിട്ടുക എന്നാണെന്ന് പറഞ്ഞത്. ഈശ്വരനെ മോശമായിട്ടല്ല ചിത്രീകരിച്ചിരിക്കുന്നത്. പക്ഷേ ഈശ്വരൻ കാട്ടിച്ചു കൂട്ടുന്ന പണികളൊന്നും ഒരു പിടിയും കിട്ടുന്നില്ല എന്നുള്ളതാണ്. ഈ മോക്കിപ്പോൾ അവാർഡ് കൊടുത്തു അല്ലേ, ആദരിച്ചു. നല്ലൊരു ഇൻട്രസ്റ്റിംഗ് സബ്ജക്റ്റ് ഇന്നലെ വന്നിട്ടുണ്ട്, നിങ്ങൾ പഠിക്കണം. ഇന്നത്തെ ഹിന്ദു പത്രമടക്കം എടുത്ത് വായിച്ചു നോക്കണം. ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യങ്ങളിലൊന്ന് അമേരിക്ക തന്നെയാണ്, പ്രധാനപ്പെട്ട രാജ്യം. ട്രംപ് പറഞ്ഞേക്കുന്നത് 2 വിഭാഗം മതിയെ, ആണും പെണ്ണും. ഇന്നത്തെ പത്രത്തിൽ വന്നിരിക്കുന്ന വാർത്തയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, എത്ര ഭീകരമാണ് ഒരു ഭരണാധിപൻ്റെ ബോധ നിലവാരം. നിങ്ങൾക്ക് ആസ് ഫർ യു ആർ കൺസേൺ ഇസ് ആൻ ഇൻട്രസ്റ്റിംഗ് സബ്ജക്റ്റ്. 400-ലധികം കുട്ടി, ഞാൻ CWC ചെയർമാനായിരുന്നു പോലെ, 400-ലധികം കുട്ടികൾ ആണിലും പെണ്ണിലും പെടാത്തവരെ ലിസ്റ്റ് ചെയ്ത് ഞങ്ങൾ വെച്ചിട്ടുണ്ട് കൊല്ലത്ത്. വല്ലാത്ത വേദന രക്ഷിതാക്കൾക്ക്. ഞങ്ങളൊക്കെ അവരോടൊക്കെ ഞങ്ങളൊക്കെ ഒന്ന് എന്ത് പറയുന്നത് താതാത്മ്യം പ്രാപിച്ച് വരിക എന്ന് പറഞ്ഞാൽ ഞങ്ങളെ സംബന്ധിച്ച് അസാധ്യമായ കാര്യമാണ്. അപ്പോഴാണ് ഒരു മനുഷ്യൻ പറയുന്നത് വേണ്ട, വ്യത്യസ്തതകൾ വേണ്ട എന്ന് പറയുന്ന ദുരവസ്ഥ. ഇന്നലെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒരു കുട്ടി നദാലെന്നോ മറ്റോ ആണ് പേര്, ഞാൻ ഓർക്കുന്നില്ല, പത്രത്തിലുണ്ടെന്ന്. കേരളത്തിലിറങ്ങുന്ന പത്രങ്ങൾ ചിലരെങ്കിലും കേൾക്കണം, വായിക്കണം, വാർത്തകൾ കേൾക്കണം. പോളിയോ എടുക്കാൻ അമ്മയുമായി പോയ കുഞ്ഞ് ഇന്നലെ ബോംബാക്രമണത്തിൽ അകപ്പെട്ടു. അമ്മ മരിച്ചുപോയി. ആ പോളിയോ എടുക്കുന്നത് കാല് തളരാതിരിക്കാനാണ്. 2 കാല് മറ്റുപോയി. കാലിന് പ്ലാസ്റ്റർ ഇട്ടിട്ട്. അപ്പോഴാണ് ടീച്ചർ പറഞ്ഞ ദൈവത്തെക്കുറിച്ച് ഞാൻ ഓർത്തുപോയതാണ്. അപ്പോഴാണിത് പറഞ്ഞു പോയത്. നാം മനസ്സിലാക്കേണ്ടത്, അറവി രാമകൃഷ്ണനെക്കുറിച്ച് തോട്ടം പറഞ്ഞതാണ് കറക്റ്റ്. അനുഭവങ്ങൾ കരുത്താക്കി മാറ്റണം. ആ അനുഭവങ്ങളുടെ കരുത്തിൽ നിന്നാണ് ലോകത്തിൽ നമുക്ക് ദിശാബോധം നൽകിയ മനുഷ്യനുണ്ടായത്. അമ്മ തരുന്ന കാൽപ്പണം കൊണ്ട് മാത്രം സ്കൂളിൽ പോയതാണ് ഞാൻ എന്ന് എഴുതിയൊരു മഹാനുണ്ട്. കാൽപ്പണത്തിന് കടയിൽ പോയാൽ അപ്പം കിട്ടും, അതുകൊണ്ട് മാത്രം സ്കൂളിൽ പോയതാണ്. പിന്നീട് അദ്ദേഹം പഠിച്ച് തിരിച്ചു വരുന്നത് ലണ്ടനിൽ നിന്നാണ്. അവിടുത്തെ പ്രഗത്ഭനായ അധ്യാപകന് ഹാർവർഡ് ലാസ്കറ്റ് ഒരു കത്തുമായിട്ട്, ആ കത്ത് കൊടുത്തു വിട്ടത് KP സായിനാനോ ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പർക്കോ അല്ലെങ്കിൽ ചെയർമാനോ മുനിസിപ്പൽ ചെയർമാനൊന്നും അല്ല, നെഹ്റുവിന് എഴുതി കൊടുക്കുകയാണ്. ഈ പയ്യൻ KR നാരായണൻ എന്ന പേര്, ഉപയോഗിക്കാമെങ്കിൽ ഉപയോഗിച്ചുകൊള്ളൂ എന്നാണ് പറഞ്ഞത്. 7 കടലും കടന്ന് ഏതൊക്കെയോ രാജ്യങ്ങൾ അംബാസഡറായി മാറി. കോൺഗ്രസിൻ്റെ നേതാവല്ല, കോൺഗ്രസ് സ്ഥാനാർത്ഥിയാക്കി അദ്ദേഹത്തെ ഒറ്റപ്പാലത്ത്. അവിടെ നിന്ന് 2ാമത് ജയിക്കുമ്പോൾ കേന്ദ്രമന്ത്രിയും പിന്നീട് ഉപരാഷ്ട്രപതിയും രാഷ്ട്രപതിയുമായി. രാഷ്ട്രപതിയുടെ ചരിത്രം പരിശോധിച്ചാൽ നിങ്ങൾ മനസ്സിലാക്കാൻ ഒരുപാട് ദൗർബല്യങ്ങളുള്ള ആളായിരുന്നു. രാധാകൃഷ്ണൻ അറിവിൻ്റെ ആൾരൂപമായിരുന്നു. പിന്നീട് തുടർന്ന് ഇങ്ങോട്ട് വന്നവരിൽ ചിലരെങ്കിലും പരിശോധിച്ചാൽ മനസ്സിലാക്കും. ഗ്യാനി സെയിൽ സിംഗ് ഞാൻ കണ്ടിട്ടുള്ള രാഷ്ട്രപതിമാരിൽ ഒരാളാണ്. എനിക്ക് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ചൂരെടുത്ത് തന്നാൽ ഞാൻ തൂക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞ ആളാണ്. അപ്പോൾ എവിടെ ചെന്ന് നിൽക്കുന്നു എന്ന് മനസ്സിലാക്കണം. ഭരണഘടനയുടെ വരികൾക്കിടയിൽ വായിച്ചിട്ട് അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് നല്ല നിശ്ചയദാർഢ്യമുണ്ടെന്ന് തെളിയിച്ച ഇന്ത്യയുടെ പ്രസിഡന്റുമാരിൽ പ്രഥമകരണീയനാണ് KR നാരായണൻ. ആ കരുത്ത് തോട്ടം സാറ് പറഞ്ഞത്, അനുഭവത്തിൻ്റെ കരുത്ത് ആ ഭൂമികയിൽ ചവിട്ടുന്നുകൊണ്ട് അദ്ദേഹം പ്രഖ്യാപിച്ചത്. എതിരെന്ന് പറയുന്നൊരു പുസ്തകം വായിച്ച് കരഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ആനിയുടെ കവിത കേട്ട് കണ്ണ് നനഞ്ഞതുപോലെയല്ല. ടീച്ചർ അവസാനം ഒരു കവിത പറഞ്ഞാൽ നിർത്തിയത്, അല്ലേ ടീച്ചറെ? അല്ലേ, റോബർട്ട് ഫോസ്റ്റിൻ്റെ ഒരു കവിതയുടെ 2 വരികളാണ്. വുഡ്സ് ആർ ലവ്ലി ഡാർക്ക് ആൻഡ് ഡീപ്പ് ബട്ട് ഐ ഹാവ് പ്രോമിസസ് ടു കീപ് മൈൽസ് ടു ഗോ ബിഫോർ ഐ സ്ലീപ്പ് ആൻഡ് മൈൽസ് ടു ഗോ ബിഫോർ ഐ സ്ലീപ്പ്. കാണാതെ പഠിച്ചതാണ് പ്രീഡികരിക്കും. പക്ഷേ പിന്നീട് ഇതിൻ്റെ അർത്ഥം മനസ്സിലാക്കുന്ന മലയാളത്തിൽ മലയാളീകരിച്ച് ഒരുപാട് പേര് തർജ്ജിമ എഴുതിയിട്ടുണ്ടെങ്കിലും കടമിനിട്ട മനോഹരമായൊരു തർജ്ജിമ എഴുതിയിട്ടുണ്ട്. അതിതാണ്: മനോഹരം മഹാവനം ഇരുണ്ടഗാധമെങ്കിലും അനേകമുണ്ട് കാത്തിരേണ്ട മാമക പ്രതിജ്ഞകൾ, അനക്കമറ്റു നിദ്രയിൽ ലയിപ്പതിനു മുന്നിലായി എനിക്ക് അതീവ ദൂരമുണ്ട് അവിശ്രമം നടക്കുവാൻ. ഞാനിത് സൂചിപ്പിച്ചത് അതീവ ദൂരം അവിശ്രമം നടക്കേണ്ടതുണ്ട് എന്ന് എന്നേക്കാൾ കൂടുതൽ ചിന്തിക്കുന്ന ഒരു മനുഷ്യൻ്റെ ഇടത്തിലാണ് നിൽക്കുന്നത് റൂവൽ സിംഗ് ആണ്. അതുപോലെ തന്നെ ഈ ഒരു അവസരം ഞാൻ ഒരാളോട് വ്യക്തിപരമായി നന്ദി പറയാൻ ആഗ്രഹിക്കുന്നു. കാരണം ഇങ്ങനൊരു സ്ഥാപനം, ഈ ഒരു അച്ഛന്മാർക്കും അമ്മമാർക്കും വേണ്ടി ഇങ്ങനൊരു സ്ഥാപനം ഈ രക്ഷാകർത്താവായിട്ട് ഇവിടെ നിൽക്കുന്ന ബഹുമാനപ്പെട്ട ശ്രീമാൻ റുവൽ സിംഗ്, അദ്ദേഹത്തിന് ഈ ഒരു അവസരത്തിൽ ഒരുപാട് നന്ദി പറയാൻ ആഗ്രഹിക്കുകയാണ്. നന്ദി സാർ, ഒരുപാട് നന്ദി. എല്ലാവർക്കും നന്ദി, ഒരുപാട് സന്തോഷം. താങ്ക് യു. മാനം പറക്കുന്ന വാനം പാടിയെ സ്നേഹിച്ചു, ഒരു വാനം പാടിയെ സ്നേഹിച്ചു.
കൂട്ടുകാരറിഞ്ഞില്ല, വീട്ടുകാരറിഞ്ഞില്ല, കൂട്ടിലിരുന്നവൾ കനവു കണ്ടു. ഒരു ക്രിസ്മസിൻ്റെ തലേ ദിവസം ഏറ്റവും ഹൃദ്യമായ ഒരു പകൽ ഉച്ചവരെ കടന്നു പോവുകയാണ്. ഡോക്ടർ RLV രാമകൃഷ്ണൻ്റെ സാന്നിധ്യത്തോടുകൂടി സമുദ്ര കലാസാംസ്കാരിക കേന്ദ്രം ഒരു പ്രത്യേകമായ അനുഭവത്തിൽ കൂടി കടന്നു പോയിരിക്കുകയാണ്. എനിക്ക് മുൻപ് ഇവിടെ സംസാരിച്ചവർ മുഴുവൻ ഒട്ടനവധിയായ നല്ല കാര്യങ്ങൾ പറഞ്ഞു. ആ നല്ല കാര്യങ്ങൾക്കിടയിൽ ഉദ്ഘാടകൻ അദ്ദേഹത്തിനുണ്ടായ കുറേ തിക്താനുഭവങ്ങൾ നമ്മളുമായി പങ്കുവയ്ക്കുകയുണ്ടായി. അപ്പോൾ അദ്ദേഹം ഈ ക്യാമറ ഓഫ് ചെയ്ത് വെക്കുവാൻ ആവശ്യപ്പെട്ടു. എനിക്ക് ഭയമാണ് എന്ന് അദ്ദേഹം പറഞ്ഞത് ഒരു അഭിനയമാണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. കാരണം ഞാൻ കേരളകൗമുദി പത്രത്തിൻ്റെ റിപ്പോർട്ടറാണ്. ഈ വാർത്ത ഇവിടെ ചിത്രീകരിച്ചിരുന്നുവെങ്കിൽ, ഷൂട്ട് ചെയ്തിരുന്നുവെങ്കിൽ ഒരു പക്ഷേ വരുന്ന 3-4 ദിവസത്തേക്ക് മാധ്യമങ്ങൾക്ക് ആഘോഷിക്കുവാനുള്ള ഒരു നല്ല വാർത്ത തന്നെയായിരുന്നു. 3-4 ദിവസത്തേക്ക് മാത്രം. അത് കഴിഞ്ഞാൽ അടുത്ത വിഷയത്തിലേക്ക് കടന്നു പോകും. RLV രാമകൃഷ്ണൻ്റെ ഒരു വിഷയം ഈ കേരള സമൂഹം മുഴുവൻ ചർച്ച ചെയ്യപ്പെട്ടപ്പോൾ ഈ സമുദ്രതീരത്തിലും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് യോഗം സംഘടിപ്പിച്ചിരുന്നു. പ്രഫുൽ സിംഗ് മുൻകൈയെടുത്തു തന്നെ. ഇവിടെ ഇരിക്കുന്ന പ്രമുഖരെല്ലാം അന്നും ഈ ചടങ്ങിൽ വന്ന് ഒരുപാട് വർത്തമാനം പറഞ്ഞതുമാണ്. എന്നാൽ ആ വിഷയത്തിൽ എല്ലാം കഴിഞ്ഞ് ഞാൻ ഇന്നലെയാണ് ഈ നോട്ടീസ് കാണുമ്പോഴാണ് ഡോക്ടർ RLV രാമകൃഷ്ണനെ ഓർക്കുന്നത് എന്ന്. അത് പറയുമ്പോൾ അതിനകത്ത് കുറ്റബോധമൊന്നുമില്ല. ഇങ്ങനെയാണ് നമ്മുടെ സമൂഹം, വർത്തമാനകാല സമൂഹം. നമുക്ക് പുതിയ പുതിയ വാർത്തകൾ കിട്ടുമ്പോൾ നമ്മൾ അതിന് പിന്നാലെ പോകുന്ന സ്ഥിതിയിൽ എൻ്റെ പ്രസംഗം നിങ്ങൾ ചിത്രീകരിച്ചിട്ട് ഈ ലോകത്തെ മുഴുവൻ കാണിച്ചിട്ടൊന്നും സാധിക്കാനില്ല എന്നൊരു തിരിച്ചറിവാണ് അദ്ദേഹത്തെ കൊണ്ട് ആ വർത്തമാനം പറയിച്ചത്. അല്ലാതെ കലാഭവമണിയുടെ അനുജന് ഒരിക്കലും ഭയമില്ല എന്ന് തന്നെ പൂർണ്ണമായും ഞങ്ങൾ വിശ്വസിക്കുകയാണ്. ഈ നമ്മൾ പറയുന്നത് ചില നല്ല കാര്യങ്ങൾ നമ്മൾ പാലിക്കാൻ കൂടി ബാധ്യസ്ഥരാണ്. എനിക്ക് സന്യാസിമാരുമായി നല്ല അഭേദ്യമായ ബന്ധമുണ്ട്. ശിവഗിരിയിലെയും ശാന്തഗിരിയിലെയും മറ്റ് ഇടങ്ങളിലെയുമൊക്കെ സന്യാസിമാരുമായി ബന്ധമുണ്ട്. പക്ഷേ ഞാൻ ഒരു ദൈവവിശ്വാസിയല്ല. ഒരു സന്യാസി എന്നോട് പറഞ്ഞു, ആഹാരം കഴിക്കുമ്പോൾ അതിനൊപ്പം വെള്ളം കുടിക്കരുതെന്ന് പറഞ്ഞു. ഞാൻ അദ്ദേഹം പൂർണ്ണമായും ഉൾക്കൊണ്ടു. ഞാൻ ആഹാരം കഴിക്കുമ്പോൾ വെള്ളം കുടിക്കത്തില്ല. ആഹാരം കഴിക്കുമ്പോൾ നന്നായി വെള്ളം കുടിച്ചുകൊണ്ടിരുന്ന ഞാൻ ആഹാരം കഴിക്കുമ്പോൾ വെള്ളം കുടിക്കാതെയായി, പിന്നീടും കുടിക്കാതെയായി. അങ്ങനെ കുടിക്കാതിരുന്നത് കൊണ്ട് കഴിഞ്ഞ ഒരാഴ്ചയിൽ 4 ദിവസവും എനിക്ക് വർത്തമാനം പറയാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് വന്നു. ഞാൻ വീട്ടിൽ തന്നെ ഒതുങ്ങേണ്ട ഒരു സ്ഥിതിയിലേക്ക് വന്നു. അപ്പോൾ ഞാൻ അത്യാവശ്യം സംസാരിക്കുവാൻ പോകുന്ന ആളാണ്. ആ യോഗങ്ങൾ ഒരു മൈക്കിന് മുന്നിൽ പോലും പോകാതെ ഒരാഴ്ചയ്ക്ക് ശേഷം വന്ന് വർത്തമാനം പറയുന്ന ഒരു സന്തോഷം കൂടി എനിക്ക് ഇപ്പോഴുണ്ട്. എനിക്ക് അങ്ങനെ ഒരു പരാജയം പറ്റിയപ്പോൾ ഞാൻ എഴുത്തുകാരനാണ്, പത്രപ്രവർത്തകനാണ്. എൻ്റെ അടുത്ത നോവലിലുള്ള പകുതി എനിക്ക് എഴുതി തീർക്കുവാൻ പകുതി ആയിട്ടില്ല, എന്നാൽ കൂടി ആ സമയത്തെ ഞാൻ ഉപയോഗിച്ചു എന്നതാണ് എൻ്റെ മിടുക്കെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അടുത്ത ഒരു നോവലിനുള്ള പകുതിയോളം എഴുതി പൂർത്തിയാക്കുവാൻ ഈ അവശതയുള്ള സമയം ഞാൻ ഉപയോഗിച്ചു. അങ്ങനെ ഉപയോഗിക്കുന്നതുകൊണ്ടാണ് എത്ര തിക്താനുഭവങ്ങൾ ഉണ്ടായാലും ഡോക്ടർ RLV രാമകൃഷ്ണനെ പോലെയുള്ളവർ നമുക്ക് മുന്നിൽ തലയെടുപ്പോടെ ഇങ്ങനെ വന്നു നിൽക്കുന്നത്. ഒരു ഭാഗത്ത് ചില അവഗണനകൾ ഉണ്ടായാൽ അദ്ദേഹത്തെ ഹൃദയത്തോട് ചേർത്ത് നിർത്തുന്ന ഒട്ടനവധിയായ ആളുകൾ, ഒരുപക്ഷെ ഒരു പരിചയവുമില്ലാത്ത ആളുകൾ പോലും ഉണ്ട് എന്നതിൻ്റെ തെളിവാണ് ഹൃദയത്തിൽ നിന്നും ഒരു ചിത്രം വരച്ചുകൊണ്ട് നമുക്ക് മുന്നിലേക്ക് ഒരു കലാകാരൻ എത്തി നേരിട്ട് ഡോക്ടർ RLV രാമകൃഷ്ണന് നൽകിയത്. ഡോക്ടർ ഒന്ന് ആദരിക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. അദ്ദേഹത്തിന് വേണ്ടി, പ്രഫുൽ സിംഗിന് വേണ്ടി ഈ ഒരു പൊന്നാട RLV രാമകൃഷ്ണനെ ഏൽപ്പിക്കുകയാണ്. ആ കലാകാരനെ അദ്ദേഹം ഹൃദയം കൊണ്ട് തന്നെ ആദരിക്കണമെന്ന് കൂടി അഭ്യർത്ഥിക്കുന്നു. ഡോക്ടർ RLV രാമകൃഷ്ണന് ഞാൻ ഈ വിശേഷണങ്ങളൊന്നും പറയുന്നില്ല. നമ്മുടെ എല്ലാം ഹൃദയത്തിൽ അദ്ദേഹത്തിന് ഒരുപാട് ഇടമുണ്ട്. ഒരുപാട് സാധ്യതകൾ ഇനിയും തുറന്നിട്ടിരിക്കുകയാണ് ഈ കലാലോകം. അദ്ദേഹത്തിന് വേണ്ടി നമ്മളെല്ലാം വർത്തമാനം പറഞ്ഞവരാണ്. ഇപ്പോഴല്ല, മുൻപ് പലതവണ
അതുകൊണ്ട് തന്നെ നമ്മുടെ എല്ലാവരുടെയും ഹൃദയ അംഗീകാരത്തോടു കൂടി ഡോക്ടർ RV രാമകൃഷ്ണനെ ഈ ചടങ്ങിന് വേണ്ടി നന്ദി അറിയിക്കുന്നു. പുതിയ പുതിയ കലാകാരന്മാരെ നമുക്കിവിടേക്ക് എത്തിക്കുവാനും അവരുടെ പിറന്നാളാഘോഷം അല്ലെങ്കിൽ വീട്ടിലെ മറ്റ് ചടങ്ങുകൾ തുടങ്ങി അത്തരം ചടങ്ങുകളെല്ലാം വരുമ്പോൾ നമ്മുടെ അച്ഛനമ്മമാരെ, സമുദ്രതീരത്തിലെ അച്ഛനമ്മമാരെ അവർ ഓർക്കുകയും അവർ കൈ അയച്ച് സഹായിക്കുകയും ചെയ്യും. ആ നിലയിൽ കൂടി പദ്ധതികൾ പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോകണം എന്നുകൂടി ഈ ഭാരവാഹികളോട് അഭ്യർത്ഥനയാണ്, നിർദ്ദേശമൊന്നുമല്ല. ഒരു ആംബുലൻസിൻ്റെ പടം വച്ചേക്കുന്നത് വർഷങ്ങളായി 2017 മുതൽ ആംബുലൻസ് ഇവിടെ സർവീസ് നടത്തുന്നത് 1 രൂപ പോലും പെട്രോൾ അടിക്കാൻ, ഡീസൽ അടിക്കാൻ പോലും വാങ്ങാതെയാണ് അത് സേവനം നടത്തുന്നത്. അതിൻ്റെ ഇപ്പുറത്തായി ഒരു അലമാരയുടെ പടം വെച്ചേക്കുന്നത് അത് പാരിപ്പള്ളി ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് വെച്ചേക്കുന്നതാണ്. ആ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ നമുക്കൊരു ആക്സിഡൻറ്റ് പറ്റി അവിടെ പെട്ടെന്ന് ചെല്ലുമ്പോൾ പെട്ടെന്ന് പോയി തുണി, രാത്രിയിലായിരിക്കാം അല്ലെങ്കിൽ പകലായിരിക്കാം, ഒരു തുണി വാങ്ങാൻ സൗകര്യമില്ലെങ്കിൽ ആ അലമാര തുറന്നിട്ട് സൗജന്യമായി അതിൽ നിന്നും പുതിയ വസ്ത്രങ്ങൾ എടുത്തുകൊണ്ട് പോകാം. അതിന് എല്ലാ ദിവസവും അവിടെ പുതിയ വസ്ത്രങ്ങൾ നിറച്ചുകൊണ്ടിരിക്കുകയാണ്. ക്യാൻസർ രോഗികൾക്ക് ചികിത്സാ സഹായങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നു. അമ്മൂമ്മയുടെ ഓർമ്മയ്ക്കായി കൃത്യമായ ചികിത്സ കിട്ടാതെ കാഴ്ചശക്തി നഷ്ടപ്പെട്ട അമ്മൂമ്മയുടെ ഓർമ്മയ്ക്കായി എല്ലാ മാസവും തിരുനെൽവേലി അരവിന്ദ് കണ്ണാശുപത്രിയുമായി സഹകരിച്ചുകൊണ്ട് 600-700 പേർ പങ്കെടുക്കുന്ന നേത്രചികിത്സാ ക്യാമ്പ് ഇവിടെ സംഘടിപ്പിക്കുന്നുണ്ട്. അപ്പുറത്തെ സ്കൂളിൽ വെച്ചാണ്. തുടങ്ങി വിവിധങ്ങളായ വിദ്യാർത്ഥികൾക്ക് പഠന സഹായങ്ങൾ, നിർധന യുവതികൾക്ക് മംഗല്യ സഹായം തുടങ്ങി എത്ര പേർക്ക് വീട് വെച്ചു കൊടുത്തു. ഇതെല്ലാം ചെയ്യുമ്പോഴും റുവൽ സിംഗ് വലിയ കടത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ അർത്ഥത്തിലും നമ്മുടെ എല്ലാം ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ട് നമുക്ക് ഒക്കാവുന്ന സഹായങ്ങൾ മുഴുവൻ അദ്ദേഹത്തിന് ചെയ്യണം.